ഇരട്ടത്താപ്പുകളുടെ ഘോഷയാത്രയല്ലേ നമ്മൾ കണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഉല്ലാസ് ബാബുവിന്റെ തൃശ്ശൂരിലെ MP കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ നിമിഷം വരെ ഒരു വാക്ക് പറഞ്ഞോ? ആരുടെ വാക്ക് ഇതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞോ? ഈ വിഷയത്തിൽ ഇടപെട്ടോ? ലോകത്തുള്ള സകലമാന വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു മനുഷ്യനാണല്ലോ. എന്താ ഈ വിഷയത്തിൽ ഇടപെടാത്തത്? എന്തുകൊണ്ട് അഭിപ്രായം പറയാത്തത്? ബി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഇവരുടെ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ എഴുതിയ ക്രിസ്ത്യൻ ലോബിയുടെ കുരിശ് കൃഷി എന്ന ലേഖനം നിങ്ങൾക്ക് അതിൽ കാണാം. എത്രയോ ക്രൈസ്തവ വിരുദ്ധ ലേഖനങ്ങൾ BJP-യുടെ സംസ്ഥാന ഭാരവാഹികൾ എഴുതിയത് കേസരി വാരികയിൽ കിടക്കുന്നുണ്ട്. കേസരിയുടെ പഴയ ആർക്കൈവ്സ് എടുത്തൊന്ന് പരിശോധിച്ചാൽ മതി. ജന്മഭൂമിയെ ഇപ്പോഴും വരുന്നുണ്ട് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള വാർത്തകൾ, ലേഖനങ്ങൾ. വോട്ടിന് വേണ്ടിയിട്ട് പള്ളി മേടകളിൽ കയറിയിറങ്ങുകയും ക്രിസ്മസ് കേക്ക് കൊണ്ടുകൊടുക്കുകയും ചെയ്യുകയാണ്. അതിലപ്പുറം ഒന്നുമില്ല. അതുകൊണ്ടാണല്ലോ ഇന്ന് ബിഷപ്പുമാരടക്കം പറഞ്ഞ ചായ കുടിയൊക്കെ ഇനി പിന്നെ മതി, ഇനി മേല ചായ കുടിക്കാൻ വരണ്ടെന്ന് പറഞ്ഞില്ലേ? നാണം കെടുത്തി വിട്ടില്ലേ നിങ്ങളെ? ഇതിനേക്കാൾ വലിയ നാണക്കേടുണ്ടോ? തിന്നതിന്റെ കണക്കെടുക്കാൻ അവർ പറഞ്ഞില്ലേ? അതിനേക്കാൾ വലിയ നാണക്കേടുണ്ടെന്ന് ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വരിക. ഈ ചെറിയൊരു വിഷയത്തിലാണ് നിങ്ങളുടെ MP-മാർ ഡൽഹിയിൽ നിന്ന് വണ്ടി പിടിച്ച് ഛത്തീസ്ഗഡിന് പോയത്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടത്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തിയത്, ജാമ്യത്തിനുള്ള തീരുമാനമെടുക്കാമെന്ന് അദ്ദേഹത്തിൽ നിന്ന് ഉറപ്പുവാങ്ങിയത്. കഴിഞ്ഞ 6-7 ദിവസമായി കേരളത്തിലെ 2 സന്യസ്തർ ഛത്തീസ്ഗഡിൽ ജയിലിൽ തുടരുന്നത് ഈ ചെറിയ വിഷയത്തിന്റെ പേരിലാണ്. ഇത് വളരെ ചെറിയൊരു വിഷയമാണ്. മാധു നോക്കൂ, BJP-യുടെ പ്രതിനിധി പറഞ്ഞ് സെൽഫ് ഗോളുകളുടെ ഒരു പരമ്പര തന്നെ അവിടെ അടിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പം അദ്ദേഹം പറഞ്ഞത് വളരെ ചെറിയൊരു വിഷയമാണ്. 2 സ്ത്രീകളാണ്, 2 കന്യാസ്ത്രീകളാണ്, അതിനപ്പുറം 2 സ്ത്രീകൾ കൂടിയാണ്. ആ 2 സ്ത്രീകളെ മറ്റൊരു സംസ്ഥാനത്ത് ജനക്കൂട്ടം കൂടി നിയമവിരുദ്ധമായി കയ്യേറ്റം ചെയ്ത ശേഷം അവിടുത്തെ സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി തെറ്റായ കള്ളക്കേസുകൾ ചുമത്തി അവിടെ ജയിലിലടച്ച സംഭവം, അത് കള്ളക്കേസാണെന്നും അത് തെറ്റായ കേസാണെന്നും അവരുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടും ഇതൊരു ചെറിയ സംഭവമാണ്. ചെറിയ സംഭവമാണെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾ മുഴുവൻ എന്താ ബുദ്ധിശൂന്യരാണോ? അവരെന്തിനാ തെരുവിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്? ലക്ഷക്കണക്കിന് ക്രൈസ്തവ വിഭാഗ വിശ്വാസികൾ എന്തുകൊണ്ടാണ് തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത്, BJP-ക്കെതിരെ പ്രതിഷേധിക്കുന്നത്? BJP-യുടെ ഈ ഫാസിസ്റ്റ് സമീപനത്തിനെതിരെ, വർഗീയ സമീപനത്തിനെതിരെ എന്തുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ ഓരോ ക്രൈസ്തവ സഭകളും പ്രതിഷേധിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ തെരുവിലുള്ളത്? ചെറിയ സംഭവം ആയതുകൊണ്ടാണോ? അവരെന്താ തീരെ ബുദ്ധിയില്ലാത്തവരാണോ? ആ രീതിയിലാണോ നിങ്ങൾ അവരെ അളക്കുന്നത്? അവർ പ്രതിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ 2 സഹോദരിമാർ ജയിലിനകത്ത് 7 ദിവസമായി കഴിയുന്നു, പീഡനങ്ങൾ അനുഭവിക്കുന്നു, അവരെ മർദ്ദിച്ചു എന്ന് പറയുന്നു. അത്ര ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾക്ക് വിധേയമായി, ജനക്കൂട്ടത്തിന്റെ ആക്രമണത്തിന് വിധേയമായി നമ്മുടെ 2 മലയാളി സ്ത്രീകൾ മറ്റൊരു സംസ്ഥാനത്ത് ജയിലിൽ കിടക്കുമ്പോൾ കേരളത്തിലെ BJP-യുടെ പ്രതിനിധിക്ക് മാത്രമേ അതൊരു ചെറിയ സംഭവമാണെന്ന് പറയാൻ പറ്റൂ. അവർക്ക് മാത്രമേ കഴിയൂ. കാരണം സഹജീവി സ്നേഹം, ആർദ്രത, സഹാനുഭൂതി കേരളത്തിലെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ കേസിൽ അവർക്ക് ബന്ധമില്ല എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. കേരളത്തിലെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിന് പ്രകാരം ഇവിടെ നിന്നൊരു പ്രതിനിധി അവിടെ പോകുന്നു, അവിടുത്തെ മന്ത്രിമാരുമായി ഉപമുഖ്യമന്ത്രിയുമായി വരെ ചർച്ച നടത്തുന്നു, അവിടെ തീരുമാനമുണ്ടാകുന്നു, കോടതി വരാന്തയിൽ പോയി നിൽക്കുന്നു. അതിനുശേഷം BJP-യുടെ കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തരമന്ത്രി ഇവിടുത്തെ MP-മാരോട് ഉറപ്പു നൽകുന്നു. ഈ ചെറിയ സംഭവത്തിൽ എന്തിനാണ് കേരളത്തിലെ BJP-യുടെ പാനലിസ്റ്റുകൾ ഒഴികെ മറ്റുള്ളവരെല്ലാവരും ഈ ചെറിയ സംഭവത്തിൽ ഇടപെടുകയും കന്യാസ്ത്രീകൾക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? മാധു, ഇതിൽ യഥാർത്ഥ സംഭവം എന്താ? ഇപ്പൊ ഉല്ലാസടക്കമുള്ള കേരളത്തിലെ BJP-യുടെ പാനലിസ്റ്റുകളായിട്ട് വരുന്നവർക്ക് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള തീവ്ര സംഖ്യയുള്ള കയ്യടി വേണം. അതിനു വേണ്ടിയിട്ട് ഇവർ ഒരു പ്രത്യേക നിലപാടെടുക്കുകയാണ്. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിന് ഗത്യന്തരമില്ലാതെ മറ്റൊരു നിലപാടെടുക്കേണ്ടി വരുന്നു. ഇവിടെ ഉല്ലാസ് ബാബു സുരേന്ദ്രന്റെ വളരെ അടുത്തയാളാണ്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ ഒരു പാര വെച്ചോട്ടെ എന്ന് കരുതിയിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തായിരിക്കാം. ഞാനൊരു കാര്യം പറയാം. ഇന്നിപ്പോൾ ശശികല ടീച്ചർ സംഘപരിവാറിന്റെ കേരളത്തിലെ മുഖമാണല്ലോ. അവര് ഇന്നൊരു 6 മണിക്കൂർ മുമ്പിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചു തരാം. എന്താണ് സംഘപരിവാറിന്റെ ക്രൈസ്തവ വിരുദ്ധ അജണ്ട എന്നുള്ളത് കൃത്യമായി മനസ്സിലാവും. എന്താ അവർ എഴുതിയിട്ടുള്ളത്? ഈ ബഹളമൊക്കെ കണ്ട് മതം മാറ്റം അനുവദിച്ചു തരുമെന്ന് അച്ഛനും കരുതണ്ടച്ചോ, വോട്ട് കാട്ടി ഈ നാടിന്റെ പ്രതികരണ ശേഷിയെ മയക്കി കിടത്താമെന്ന് മോഹിക്കേണ്ടച്ചോ, സുവിശേഷം എന്ന വിശേഷം നിങ്ങൾ തമ്മിലറിയിച്ചാൽ മതിയെന്ന്. ഇത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മതപ്രചരണത്തിനുള്ള അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ കേരളത്തിലെ മുഖമായ ശശികല ടീച്ചറുടെ പോസ്റ്റാണ്. ഇത് നിഷേധിക്കാൻ, തള്ളിപ്പറയാൻ BJP കഴിയോ? ശശികല ടീച്ചർ പറഞ്ഞ തെറ്റാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മതപ്രചരണത്തെ ഞങ്ങൾ അനുകൂലിക്കുന്നു എന്ന് BJPക്ക് പറയാൻ കഴിയും? ഒന്ന്. ഇനി ഒരു കാര്യം, ക്രിസ്ത്യാനിയായി ജീവിക്കുക, ക്രിസ്ത്യാനിയാക്കാൻ ജീവിക്കാതിരിക്കുക, വേണ്ടവരെയൊക്കെ ക്രിസ്ത്യാനിയാക്കി ജനിപ്പിക്കാൻ കഴിവുള്ള കർത്താവിൽ വിശ്വസിക്കൂ പിതാവേ. തിണ്ണമെടുക്കും പണവുമായി ക്രിസ്ത്യാനിയെ ഉണ്ടാക്കാൻ പോയി കർത്താവിന് നാണക്കേട് ഉണ്ടാക്കല്ലേ. ഇപ്പൊ ഛത്തീസ്ഗഡിൽ നിന്നും അറിഞ്ഞ ചില വിശേഷങ്ങളില്ലേ, ആ വിശേഷങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ആരാണ്? ഈ ഉല്ലാസ് ബാബുവിന്റെ നേതാവ്. ഉല്ലാസ് ബാബുവിനോട് എന്ത് പറയാം? ശശികല ടീച്ചർ ഉല്ലാസ് ബാബുവിന്റെ നേതാവാ.
സംഘപരിവാറിന്റെ മുഖമാണ് കേരളത്തിലെ. അവർ പരസ്യമായിട്ട് ഭീഷണിപ്പെടുത്തിയിരിക്കുക. ഭരണഘടന ഉറപ്പ് നൽകുന്ന മതപ്രചരണത്തിലെ മതത്തിൽ വിശ്വസിക്കാനുള്ള ആരാധിക്കാനുള്ള അവകാശം അനുവദിച്ചു തരില്ല എന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് കേരളത്തിലിരുന്നുകൊണ്ട്. ഇവർക്ക് തള്ളി പറയാൻ പറ്റുമോ? എന്നിട്ട് ഇരട്ടത്താപ്പുകളുടെ ഘോഷയാത്രയല്ലേ നമ്മൾ കണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഉല്ലാസ് ബാബുവിന്റെ തൃശ്ശൂരിലെ MP കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ നിമിഷം വരെ ഒരു വാക്ക് പറഞ്ഞോ? ആരുടെ വാക്ക് ഇതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞോ? ഈ വിഷയത്തിൽ ഇടപെട്ടോ? ലോകത്തുള്ള സകലമാന വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു മനുഷ്യനാണല്ലോ. എന്താ ഈ വിഷയത്തിൽ ഇടപെടാത്തത്? എന്തുകൊണ്ടാണ് ഇടപെടാത്തത്? എന്തുകൊണ്ടാണ് അഭിപ്രായം പറയാത്തത്? അപ്പൊ നിങ്ങളുടെ കാപട്യവും ഇരട്ടത്താപ്പും അതാണ്. തൃശ്ശൂരിലുള്ള നിങ്ങളുടെ ജയിച്ചിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുള്ള ഒരു MP മന്ത്രി ഉണ്ടായിട്ട് അദ്ദേഹം ഇതിൽ അഭിപ്രായം പറയുന്നില്ല. അതിനേക്കാൾ വലിയ ഇരട്ടത്താപ്പൊന്നും ലോകത്ത് വേറെ ഉണ്ടോ? ഇനി അദ്ദേഹം പറഞ്ഞ കാര്യം അമിത്ഷാ, ഇപ്പൊ മാധു ചോദ്യമുണ്ട്. അമിത്ഷാ പറഞ്ഞു NIA ഒരു സെക്കൻഡ് അമിത്ഷാ പറഞ്ഞു NIA കോടതിയിൽ നിന്ന് കേസ് ഈ സർക്കാരിന്റെ അഭിപ്രായം അല്ലെ സർക്കാർ ബെയിലിനെ ഒബ്ജക്ട് ചെയ്യില്ല എന്നൊരു ഉറപ്പ് അമിത്ഷാ കൊടുത്തല്ലോ. ആ ഉറപ്പ് ആരാ വാങ്ങിച്ചെടുത്തത്? ഇവര് പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ അടക്കം UDF MPമാര് പോയിട്ടാണ് വാങ്ങിച്ചെടുത്തത്. ഈ രാജ്യസഭ ചേർന്ന ഉറപ്പ് കിട്ടിയോ? ഈ നിമിഷം വരെ പറയാൻ പറ്റിയോ? UDFന്റെ MPമാര് പോയി കാണ്ടി വന്നില്ലേ? ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടാ, ഞങ്ങൾ പോയി ആഭ്യന്തരമന്ത്രിയെ കണ്ടതുകൊണ്ടാ, ഞങ്ങൾ നിയമപ്രകാരം നീങ്ങിയതുകൊണ്ടാ, ഞങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിച്ചു. എന്തേ ജോർജ് കുര്യനും അതുപോലെ സുരേഷ് ഗോപിയും ആ ഉത്തരവാദിത്തം നിർവഹിക്കാതിരുന്നത്? ഇവിടുന്ന് എത്ര MPമാരുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തം നിർവഹിക്കാതിരുന്നത്? ഞാൻ ഒറ്റ കാര്യം പറയാം മാധു, കേസരി വാരികയുടെ കുറച്ച് ലക്കങ്ങൾ എടുത്ത് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. B ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഇവരുടെ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ എഴുതിയ ക്രിസ്ത്യൻ ലോബിയുടെ കുരിശ് കൃഷി എന്ന ലേഖനം നിങ്ങൾക്ക് അതിൽ കാണാം. എത്രയോ ക്രൈസ്തവ വിരുദ്ധ ലേഖനങ്ങൾ BJPയുടെ സംസ്ഥാന ഭാരവാഹികൾ എഴുതിയത് കേസരി വാരികയിൽ കിടക്കുന്നുണ്ട്. കേസരിയുടെ പഴയ ആർക്കൈവ്സ് എടുത്തൊന്ന് പരിശോധിച്ചാൽ മതി. ജന്മഭൂമിയെ ഇപ്പോഴും വരുന്നുണ്ട് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള വാർത്തകൾ, ലേഖനങ്ങൾ. ഇവരുടെ ഐഡിയോളജി അതാണ്, പ്രത്യയശാസ്ത്രം അതാണ്, ക്രൈസ്തവ വിരുദ്ധതയാണ്. വോട്ടിന് വേണ്ടിയിട്ട് പള്ളിമേടകളിൽ കയറിറങ്ങുകയും ക്രിസ്മസ് കേക്ക് കൊണ്ടുകൊടുക്കുകയും ചെയ്യുകയാണ്. അതിലപ്പുറം ഒന്നുമില്ല. അതുകൊണ്ടാണല്ലോ ഇന്ന് ബിഷപ്പുമാരടക്കം പറഞ്ഞ ചായ കുടിയൊക്കെ ഇനി പിന്നെ മതിന്ന്, ഇനി മേലെ ചായ കുടിക്കാൻ വരണ്ടെന്ന് പറഞ്ഞില്ലേ? നാണം കെടുത്തി വിട്ടില്ലേ നിങ്ങളെ? ഇതിനേക്കാൾ വലിയ നാണക്കേടുണ്ടോ? തിന്നതിന്റെ കണക്കടക്കം അവർ പറഞ്ഞില്ലേ? അതിനേക്കാൾ വലിയ നാണക്കേടുണ്ടെന്ന് ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വരിക. ഈ ക്രൈസ്തവ സഭകളിൽ മുഴുവൻ വോട്ട് തേടി എരന്നു പോയിട്ട് അവസാനം ഉത്തരേന്ത്യയിലെ നിങ്ങളുടെ ബജ്രംഗ് അടക്കമുള്ള സംഘപരിവാറിന്റെ